സ്വാഗതം ടോപ് 10ലേക്ക്. ഒടുവിൽ പട നയിച്ചവൻ തന്നെ നാടു നയിക്കാൻ തീരുമാനമായി. ഗ്രൂപ്പ് കളികളെല്ലാം കടത്തിവെട്ടി ജനവികാരത്തിന്റെ തോളിലേറി വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ താണ്ടാനിരിക്കുന്ന താരകൾ അത്ര സുഖകരമാകില്ല എന്നുറപ്പാണ്. മൂർച്ചയേറിയ കല്ലുകളും കുത്തിക്കയറുന്ന മുള്ളുകളുമൊക്കെ ഒളിപ്പിച്ച പൂപ്പാതകളെ ഉറപ്പായും അറിഞ്ഞിരിക്കണം നിയുക്ത മുഖ്യമന്ത്രി. അകമഴിഞ്ഞ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും അടങ്ങുമോ കേസി എന്നതാണ് ഉയരുന്ന ചോദ്യം. ചെന്നിത്തലയെ മെരുക്കാൻ ഹൈക്കമാൻഡിന്റെ ഒറ്റമൂലി എന്താകും? തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മന്ത്രിമാരെ തീരുമാനിക്കലായി, വകുപ്പ് വിഭജനമായി. പ്രതിപക്ഷ നേതൃനിരയെ നയിക്കാൻ പിണറായി വിജയൻ കൂടി എത്തുന്നതോടെ വരുന്ന 5 വർഷത്തേക്കുള്ള സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചിത്രം തെളിയുകയാണ്. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. Shri V.D. Satishan be appointed as the leader of the CL. വി.ഡി. സതീശൻ കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രി. ACC പ്രഖ്യാപനം 10 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം സർക്കാർ രൂപീകരണത്തിന് ഗവർണറെ കണ്ട വി.ഡി. സതീശൻ MLA-മാരുടെ പിന്തുണ കത്ത് കൈമാറി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. UDF യോഗം നാളെ. മന്ത്രിസ്ഥാനത്തേക്കുള്ള ചർച്ചകൾ സജീവം. MLA-മാരുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് KC വേണുഗോപാൽ. അതൃപ്തി പരസ്യമാക്കി KC ക്യാമ്പ്. രാഹുലിനെ കടുത്ത അതൃപ്തി അറിയിച്ച് രമേശ് ചെന്നിത്തല. മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാട്. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല. അച്ചടക്കം പാലിച്ചിട്ടും അവഗണിച്ചുവെന്ന് പരാതി. ഒരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ ടീം UDF ആയിട്ടാണ് നിന്നത്. ടീം UDF. ദൈവിക നിയോഗമെന്നും പുതുയുഗം സൃഷ്ടിക്കുമെന്നും വി.ഡി. സതീശൻ. ടീം UDF-ന് കടപ്പാട്. ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തം. ചെന്നിത്തലയും KCയും തന്റെ നേതാക്കളെന്നും വി.ഡി. സതീശൻ. AK ആന്റണിയെയും VM സുധീരനെയും വീട്ടിലെത്തി കണ്ടു. വി.ഡിക്ക് തുണയായത് പൊതുജനവികാരവും ഘടകകക്ഷികളുടെ ഉറച്ച പിന്തുണയും. ആഹ്ലാദ പ്രകടനവുമായി പ്രവർത്തകർ. അടുത്ത 5 വർഷം സുവർണകാലമാകട്ടെ എന്ന് ആശംസിച്ച് AK ആന്റണി. ജനവികാരം മാനിച്ചുള്ള തീരുമാനമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്നും ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുമെന്നതിന്റെ സൂചനയെന്നും G. സുകുമാരൻ നായർ. വിജയശില്പി വേണുഗോപാലെന്നും ചെന്നിത്തല ഭാഗ്യദോഷിയെന്നും വെള്ളാപ്പള്ളി നടേശൻ. വകുപ്പ് വിഭജനം UDF-ന്റെ തീരുമാനമെന്നും ബാഹ്യശക്തികളുടെ ഇടപെടൽ ചെവിക്കൊള്ളില്ലെന്നും MK മുനീർ. അതിന്റെ വിജയത്തിന്റെ ഒരു രാജശില്പി വേണുഗോപാൽ തന്നെയായിരുന്നു. ഹരിപ്പാട് MLA ചെന്നിത്തല. അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും അപ്പനും ചുണ്ടിനും ഇടയിൽ വെച്ച് തട്ടിപ്പോയിട്ടുള്ള ഒരു നേതാവാണ്. നിയമസഭയിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ പിണറായി. തീരുമാനം CPM സംസ്ഥാന സമിതിയിൽ. സഭ ചേരുമ്പോൾ സ്പീക്കറെ അറിയിക്കും. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ വാദം നടന്നത് 18 ദിവസം. കക്ഷികൾക്ക് കൂടുതൽ വാദങ്ങൾ രേഖാമൂലം സമർപ്പിക്കാൻ ഈ മാസം 29 വരെ സമയം അനുവദിച്ചു കോടതി. രാജ്യത്ത് സെപ്റ്റംബർ 30 വരെ പഞ്ചസാര കയറ്റുമതിക്ക് നിരോധനം. നടപടി ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പുവരുത്താനും വിലക്കയറ്റം തടയാനും.
IPL-ൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 201 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ മുംബൈക്ക് ഭേദപ്പെട്ട തുടക്കം. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പഞ്ചാബിന് ജയം അനിവാര്യം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ അമേരിക്ക ചൈന ഉച്ചകോടിക്ക് തുടക്കം. 2 ദിവസത്തെ സന്ദർശനത്തിന് ചൈനയിലെത്തിയ ഡൊണാൾഡ് ട്രംപിന് ഊഷ്മള സ്വീകരണം. അമേരിക്ക ചൈന ബന്ധം ചരിത്രപരമെന്ന ഷീ ജിൻപിങ്. ഹോർമുസ് തുറക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ ഉന്നതതല യോഗത്തിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ഇന്ത്യയിൽ. സ്റ്റോറി ഓഫ് ദ ഡേ: നന്മയുടെ പാതയിലെ നാട്ടുമധുരം. അവസാന നിമിഷം വരെയും നീണ്ട നാടകീയമായ മുഹൂർത്തങ്ങൾക്കും സസ്പെൻസിനുമൊക്കെ ഒടുവിൽ ഹൈക്കമാൻഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വന്നു. ഇന്നലെ ചർച്ചകളെല്ലാം പൂർത്തിയായി എന്ന് ജയറാം രമേശ് അറിയിച്ചതിന് ശേഷവും ഇന്ന് രാവിലെ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച 1 മണിക്കൂറിലേറെ നീണ്ടപ്പോൾ വീണ്ടും ആശങ്കയുടെ കാർമേഘം ഉരുണ്ടുകൂടി. പക്ഷേ ആ ആശങ്കയെല്ലാം അസ്ഥാനത്താക്കി ACCയുടെ വാർത്താ സമ്മേളനത്തിൽ VD എന്ന പേര് പ്രഖ്യാപിച്ചു. അകമഴിഞ്ഞ പിന്തുണ VD സതീശന് KC പ്രഖ്യാപിക്കുമ്പോഴും KC ക്യാമ്പിൻ്റെ അതൃപ്തി മറനീക്കി പുറത്തു വന്നു. മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടു പോകുമ്പോൾ മന്ത്രിസ്ഥാനങ്ങളിലും വകുപ്പുകളിലും KC പിടിമുറുക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം ചെന്നിത്തലയെ മെരുക്കാൻ ഹൈക്കമാൻഡിനും VDക്കും മുന്നിലുള്ള ഒറ്റമൂലി എന്ത് എന്നും അറിയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യങ്ങളാണ്. നിയമസഭാ കക്ഷിയോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായി രാവിലെ കേരളത്തിലേക്ക് പോകാനൊരുങ്ങിയ ദീപാദാസ് മുൻഷിയോടും കേന്ദ്ര നിരീക്ഷകരോടും ഡൽഹിയിൽ തുടരാൻ ആവശ്യപ്പെട്ട ശേഷമായിരുന്നു രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. രാഹുലും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലുമായി 2 മണിക്കൂറോളം ചർച്ച നടത്തി. തുടർന്നാണ് ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനും കാത്തിരിപ്പിനുമൊടുവിൽ AICCയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ദീപാദാസ് മുൻഷി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശന്റെ പേര് പ്രഖ്യാപിച്ചത്. Based on all these discussions, it has been decided that Shri VD Satishan be appointed as the leader of the CLP. MLA-മാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ KCയെ മുഖ്യമന്ത്രിയാക്കാൻ ചർച്ച നടന്നെങ്കിലും VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കേരളത്തിലെ സാഹചര്യവും വരും ദിവസങ്ങളിൽ UDF-ൽ പൊട്ടിത്തെറിക്കുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടിയതാണ് VD സതീശനിലേക്ക് ഹൈക്കമാൻഡ് എത്താൻ കാരണം. പ്രഖ്യാപനത്തിനു ശേഷം VD സതീശന് ആശംസകൾ അറിയിച്ച KC വേണുഗോപാൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പാർട്ടിക്ക് പല മാനദണ്ഡങ്ങളുമുണ്ടെന്നും വ്യക്തമാക്കി. ജനറൽ സെക്രട്ടറിയായി തുടരുമോ എന്ന ചോദ്യത്തിന് ആവശ്യമെങ്കിൽ അതും കൊടുക്കാമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ മറുപടി. But finally party took a decision. As a sincere congressman, we are all behind the party decision. മന്ത്രിസഭയിലും സംഘടനാ പുനഃസംഘടനയിലും ശക്തമായ പ്രാതിനിധ്യം വേണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ താൻ പൂർണ്ണ സന്തോഷവാനെന്ന KC വേണുഗോപാലിന്റെ പ്രതികരണം. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി UDF-നെ അധികാരത്തിലേക്ക് എത്തിച്ചത്. ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. They both of them are discussing about the situations and the decision-making process. How they called me and they asked me my opinion, and we are all discussed with that. Thanking for the MLAs, party workers, party functionaries for that support they have given to me. But finally, party took a decision. As a sincere congressman, we are all behind the party decision. പൊതുവികാരം കണക്കിലെടുത്ത് പട നയിച്ച നേതാവിനെ നാട് നയിക്കാൻ ഒടുവിൽ തീരുമാനിച്ചുവെങ്കിലും ഒഴിവാക്കപ്പെട്ട നേതാക്കന്മാരെ അനുനയിപ്പിക്കുക എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിൽ ഇനിയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന നിലപാടെടുത്ത രമേശ് ചെന്നിത്തലയും ACC സംഘടനാ ചുമതല കൂടി വിട്ടു നൽകണോ എന്ന പരസ്യ പ്രതികരണം നടത്തിയ KC വേണുഗോപാലിന്റെ ഇനിയുള്ള നീക്കങ്ങളും എത്രത്തോളമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുക എന്ന് കാത്തിരുന്നു തന്നെ കാണണം. 102 സീറ്റുകൾ നൽകി വിസ്മയ വിജയം കേരളം നൽകിയിട്ടും
ഭരണത്തലവനെ തീരുമാനിക്കാൻ 11 ദിവസമെടുത്തു കോൺഗ്രസ് ഹൈക്കമാൻഡിന്. അവസാന നിമിഷം വരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ നിർണായക തീരുമാനം. 3 പേരിൽ നിന്ന് ഒറ്റപ്പേരിലേക്ക് എത്തുക എന്നത് സമീപകാലത്തൊന്നും ഹൈക്കമാൻഡ് നേരിടാത്ത ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. നിരീക്ഷകർ വന്ന് MLA-മാരുടെയും MP-മാരുടെയും അഭിപ്രായം തേടി മടങ്ങിയ ശേഷവും മുതിർന്ന നേതാക്കളെ ഡൽഹിയിൽ വിളിപ്പിച്ചും ഘടകകക്ഷികളെ കേട്ടും തലമുതിർന്ന നേതാക്കളെ ഫോണിൽ വിളിച്ചും ജനാധിപത്യത്തിന്റെ മനോഹാരിതയിലെടുത്ത ഉചിതമായ തീരുമാനം. എന്നാൽ കടമ്പകൾ ഇനിയും ഏറെയാണ്. അവസാന നിമിഷം വരെയും കാത്തിരുന്ന് ഒഴിവാക്കപ്പെട്ടവർ നിസ്സാര വ്യക്തിത്വങ്ങളല്ല. പക്വതയോടെ നിലപാടെടുത്തിട്ടും അവഗണിക്കപ്പെട്ടെന്നാരോപിച്ച് കടുത്ത അമർഷം രേഖപ്പെടുത്തി കഴിഞ്ഞു രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ നിയമസഭാ കക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. തന്റെ സീനിയോറിറ്റിയും പരിചയസമ്പത്തും അനുഭവ പരിജ്ഞാനവും നേതൃപാഠവും സാമുദായിക പിന്തുണയും ഒന്നും പരിഗണിച്ചില്ല എന്നാണ് പരാതി. താൻ മന്ത്രിയായിരുന്ന കാലത്ത് ഒരു വിദ്യാർത്ഥി നേതാവായിരുന്ന VD സതീശന്റെ മന്ത്രിസഭയിൽ അംഗമാകാൻ തയ്യാറല്ല എന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ചെന്നിത്തല. ഉപമുഖ്യമന്ത്രി പദം ആഭ്യന്തരം ഉൾപ്പെടെ നിർണായക പദവി നൽകിയാലും എത്രത്തോളം അനുനയിപ്പിക്കാനാകുമെന്നത് ചോദ്യമായി നിൽക്കുന്നു. മറുഭാഗത്ത് KC വേണുഗോപാൽ ഇപ്പോൾ തന്നെ ഹൈക്കമാൻഡിനോടുള്ള തന്റെ പ്രതിഷേധം പരസ്യമാക്കി കഴിഞ്ഞു. AICCയുടെ സംഘടനാ ചുമതല കൂടി വിട്ടുനൽകണമോ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചത്. മന്ത്രിസഭാ രൂപീകരണ വേളയിലടക്കം കേരളത്തിലുണ്ടാകണമെന്ന് KCയോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ KC തലസ്ഥാനത്ത് എത്തുമോ എന്നതിൽ ഇപ്പോഴും ഒരു സൂചനയുമില്ല. അതേസമയം മന്ത്രിമാരെ തീരുമാനിക്കുന്ന ചർച്ചകളിൽ KC പക്ഷവും RC പക്ഷവും പിടിമുറുക്കുമോ എന്നതും സതീശൻ ക്യാമ്പിന് ആശങ്കയുണ്ടാക്കുന്നു. അങ്ങനെയെങ്കിൽ മന്ത്രിസഭാ രൂപീകരണം മുതൽ ഇനി അങ്ങോട്ടുള്ള നടപടികൾ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. ഒഴിവാക്കപ്പെട്ട കരുത്തന്മാരും അവരുടെ ക്യാമ്പും നിശബ്ദമായിരിക്കില്ല എന്നതും ഉറപ്പാണ്. നേതാക്കന്മാരെ അനുനയിപ്പിക്കാൻ VD സതീശൻ തന്നെ കളത്തിലിറങ്ങുമോ എന്നതും സമവായം എത്രത്തോളം ഉണ്ടാകുമെന്നതും കാത്തിരുന്നു കാണേണ്ടതാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗവർണറെ കണ്ടു. MLA-മാരുടെ പിന്തുണക്കത്ത് കൈമാറി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് പൊതുഭരണ വകുപ്പ്. മുഖ്യമന്ത്രിക്കൊപ്പം മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പക്ഷേ അതിനു മുൻപ് മന്ത്രിസ്ഥാനത്ത് ആരൊക്കെ, വകുപ്പുകൾ ആർക്കൊക്കെ എന്നതൊക്കെ സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്ഥാനാരോഹണ ചടങ്ങ് ആഘോഷമാക്കാനുള്ള ശ്രമങ്ങൾ KPC നടത്തുകയാണ്. അൺഫിൽഡ് ഡിസൂസ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അൺഫിൽഡ്, ഒടുവിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം എന്ന കടമ്പയും കടന്നു. ഇനി മന്ത്രിമാരെ നിശ്ചയിക്കൽ, വകുപ്പ് വിഭജനം, അങ്ങനെ വെല്ലുവിളികൾ ഇനിയും നീളുകയാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിൽ ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തല, ഒപ്പം മന്ത്രിസഭയിൽ കരുത്ത് കാട്ടാൻ പിടിമുറുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന KC വേണുഗോപാൽ, ഇവരെയൊക്കെ മെരുക്കേണ്ടതുണ്ട്. ശക്തമായ അവകാശവാദം ഇരു കൂട്ടരും ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഈ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് നമുക്കറിയാം മികച്ച വിജയം നേടിയിട്ടും അതിൻ്റെ ഒരു മാറ്റു കുറച്ച ഈ മുഖ്യമന്ത്രി ചർച്ചകൾ, അതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് തന്നെ നമ്മൾ കാണണ്ടേ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് സത്യപ്രതിജ്ഞ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്ന രീതിയിലായിരുന്നു ആദ്യമൊക്കെ വാർത്തകൾ പുറത്തുവന്നത്. പിന്നീടാണ് അത് തിങ്കളാഴ്ചത്തേക്ക് നീട്ടിയത്. അപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് നീട്ടിയത് തന്നെ അത് 2 ഘട്ടമായി നടത്തേണ്ടതല്ല. ആദ്യം ഒറ്റഘട്ടമായി, പിന്നീട് അതായത് മുഖ്യമന്ത്രി, ഘടകകക്ഷികളും മന്ത്രിമാരും മാത്രം സത്യപ്രതിജ്ഞ ചെയ്യട്ടെ, 2ാം ഘട്ടത്തിൽ കോൺഗ്രസിന്റെ മറ്റു മന്ത്രിമാർ. പക്ഷേ ആ തീരുമാനം മാറ്റി തിങ്കളാഴ്ചത്തേക്ക് നീട്ടിയത് മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച്, അതായത് മന്ത്രിസഭ ഒരുമിച്ച് തന്നെ അന്ന് സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്നാണ്. കാരണം പിന്നീട് കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കുന്ന ചർച്ച നീട്ടുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ നീണ്ടുപോകാനും അത് കൂടുതൽ പ്രതിസന്ധിയും കൂടുതൽ നാണക്കേടിലും കൂടുതൽ ആക്ഷേപത്തിന് ഇടയാക്കുമെന്ന് കോൺഗ്രസിന് അറിയാം, തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുമിച്ച് ഒറ്റ ദിവസം, അതുകൊണ്ടാണ് തിങ്കളാഴ്ച വരെ ഈ സമയം നീട്ടിയത്. അപ്പോൾ ഇനി 3 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. ഈ ദിവസത്തിലുള്ള അതിവേഗത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പൂർത്തിയാക്കുക, അതാണ് കോൺഗ്രസിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ നാളെ UDF യോഗം ചേരുകയാണ്. UDF യോഗത്തിൽ ഘടകകക്ഷികളുടെ വീതം വയ്പ്, അതാണ് ആദ്യം ചർച്ച ചെയ്യുക. ഇതിൽ നിലവിൽ മുസ്ലിം ലീഗ് 5 മന്ത്രിമാർ, കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവർക്ക് 5 മന്ത്രിമാർ, അതേ അവകാശവാദം അവർ ഇപ്പോഴും ഉന്നയിക്കുന്നു. അതിനകത്ത് മറ്റൊരു ചർച്ചയോ അല്ലെങ്കിൽ അത് കോൺഗ്രസ് അതിന് വിലങ്ങുതടിയാവുകയോ ഒന്നുമില്ല നിലവിലെ സാഹചര്യത്തിൽ. രണ്ടാമത് ജോസഫ് വിഭാഗമാണ്. ഇത്തവണ അവർക്ക് MLA-മാരുടെ എണ്ണം, അതായത് മത്സരിച്ചതിൽ തന്നെ ഒരാൾ ഒഴികെ ബാക്കിയുള്ള ജയിച്ചു വന്നൊരു സാഹചര്യത്തിൽ 2 മന്ത്രിമാർ. മുൻകാലങ്ങളിൽ അവർ ഒറ്റ മന്ത്രിയാണെങ്കിലും ഇത്തവണ 2 മന്ത്രിമാർ എന്ന ആവശ്യം ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ക്യാബിനറ്റ് പദവിയും കൂടി അഡീഷണൽ ആയിട്ട് അവർ ചോദിക്കുകയാണ്. RSP ഒരു മന്ത്രി എന്നതിനപ്പുറം മറ്റൊരു ക്യാബിനറ്റ് പദവി എന്ന രീതിയിൽ RSP ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഘടകകക്ഷി മന്ത്രിമാർക്കൊക്കെ എത്രത്തോളം വീതം വയ്പ്, അവർക്ക് എത്രത്തോളം വകുപ്പുകൾ അല്ലെങ്കിൽ എത്ര സീറ്റുകൾ അവർക്ക്, മന്ത്രിസ്ഥാനം അവർക്ക് എത്ര നൽകും
നൽകുമെന്നതും. അതോടൊപ്പം തന്നെ ഒറ്റ കക്ഷികളുള്ള, അതായത് ഒറ്റ CMB, ഒപ്പം തന്നെ അനൂപ് ജേക്കബ്, ഒപ്പം UDF അംഗമല്ലെങ്കിൽ പോലും KK രമ, ഇവരെയൊക്കെ ഉൾക്കൊള്ളണമെന്ന ഒരു പൊതുവികാരം നിലവിലുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇനി കോൺഗ്രസിന് മറ്റ് വീതം വെക്കാനായി കോൺഗ്രസിന് എത്ര സീറ്റുകൾ ബാക്കിയുണ്ടാകും, എത്ര വകുപ്പുകൾ ബാക്കിയുണ്ടാകുമെന്നൊരു ചോദ്യം. അതേസമയം ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് അത് ഒരുവിധം തന്നെ അത് പരിഹരിച്ചാലും കോൺഗ്രസിലെ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി ഹൈക്കമാൻഡ് അടക്കം നേരിടാൻ പോകുന്നത്. KC വേണുഗോപാലിനോട് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം തലസ്ഥാനത്ത് എത്തുന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് പോലും അദ്ദേഹത്തിന് കൃത്യമായി ചലിപ്പിക്കാനായും കൃത്യമായി നീക്കങ്ങൾ നടത്താനും കരുനീക്കങ്ങൾ നടത്താനും അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ കൃത്യമായി KCRC ക്യാമ്പുകളൊക്കെ പിടിമുറുക്കും. അങ്ങനെ വരുമ്പോൾ ആ ചർച്ചകൾ നീണ്ടുപോകുമ്പോൾ നിലവിൽ അത് നീണ്ടുപോകാതിരിക്കാനാണ് ഒരു 3 ദിവസത്തെ സമയം തരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായും തന്നെ വലിയ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാതെ തന്നെ കോൺഗ്രസിലെ മന്ത്രിമാരെ തീരുമാനിക്കാൻ തന്നെയാകും ഇനിയുള്ള ദിവസങ്ങളിൽ 3 ദിവസവും ഹൈക്കമാൻഡ് കിണഞ്ഞു പരിശ്രമിക്കുക. നിരീക്ഷകർ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ രമേശ് ചെന്നിത്തലയെ കൂടി ഇരുത്തിയുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് തന്നെയാകും VD സതീശനടക്കം എല്ലാവരും കടക്കുക. അത് വിജയകരമായി നടക്കുകയാണെങ്കിൽ പിന്നെ മറ്റു കടമ്പകളൊക്കെ തന്നെ വളരെ വേഗത്തിൽ സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ മന്ത്രിസഭാ രൂപീകരണത്തിൽ RC KC ക്യാമ്പുകൾ എത്രത്തോളം സുഗമമായില്ല, എത്രത്തോളം സമവായത്തിന് അവർ വഴങ്ങുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായും പ്രതിസന്ധിയായും ഉടലെടുക്കുന്നത്. സ്വപ്ന, ഘടകകക്ഷി നേതാക്കളൊപ്പം കോൺഗ്രസിന്റെ മന്ത്രിമാരടക്കം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 63 പേരുള്ള കോൺഗ്രസ് എത്ര പേർ മന്ത്രിയാകുമെന്ന് കാത്തിരുന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒപ്പം ഈ മതസാമുദായിക പ്രാദേശിക സമവാക്യങ്ങൾ അത് ഇത്തവണ മന്ത്രിസഭയിൽ എത്രത്തോളം ഉണ്ടാവും, ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കേണ്ടതും മനസ്സ് തുറക്കേണ്ടതുമൊക്കെ മുഖ്യമന്ത്രി കൂടിയാണ്. അൺഫിലിപ്പ് ഡിസൂസയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും VD സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ച ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നതായി രമേശ് ചെന്നിത്തല ക്യാമ്പ്. മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് എഴുതാപ്പുറം വായിക്കേണ്ട എന്നും ജ്യോതികുമാർ ചാമക്കാലയും അൻവർ സാദത്തും പ്രതികരിച്ചു. അദ്ദേഹം പലപ്പോഴും ആ വഴി ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം പോയി എന്താ അദ്ദേഹത്തിന്റെ വീട്ടിലെ വഴിയിൽ ഉപയോഗിച്ചത്. നിങ്ങളെ രാവിലെ ഒന്ന് കണ്ടില്ലേ? പാർട്ടി തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുന്നു. പ്രിയങ്കരനായ VD സതീശനാണ് മുഖ്യമന്ത്രി. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ തീരുമാനം എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ അറിയാല എല്ലാവരും അംഗീകരിക്കുന്നു. ഞങ്ങളും അത് പൂർണ്ണമായി അംഗീകരിക്കും. 10 നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ ആവേശ കൊടുമുടിയിലാണ് UDF പ്രവർത്തകർ. ഇത് ദൈവിക നിയോഗമാണെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കും എന്നുമായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ ആദ്യ പ്രതികരണം. പിന്നാലെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെ വസതിയിലെത്തി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വൈകിട്ട് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ VD സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. കാത്തിരിപ്പിനൊടുവിൽ അണികളുടെ ആവേശം വാനോളമുയർത്തി ആ പ്രഖ്യാപനം വന്നു. തലസ്ഥാനം ആഘോഷക്കളമായി മാറി. KPCC ആസ്ഥാനത്തും VD സതീശന്റെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകർ തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. തൊട്ടു പിന്നാലെ ഏവരും ആകാംക്ഷയുടെ കാത്തിരുന്ന നിയുക്ത മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. എൻ്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. കേരളത്തെ പുതുയുഗത്തിലേക്ക് നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് പറഞ്ഞ സതീശൻ മഹത്തായ വിജയത്തിന് പിന്നിൽ ടീം UDF ആണെന്നും KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ എന്നിവരുടെ ഏകോപനമാണ് UDFന് വലിയ വിജയം നേടാൻ സഹായിച്ചത് എന്നും കൂട്ടിച്ചേർത്തു. നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിൻ്റെയും പങ്കുണ്ട്. എൻ്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്, നേതാവ് കൂടിയാണ് ശ്രീ KC വേണുഗോപാൽ. അവരെ എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കും. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. പിന്നാലെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. പിന്നാലെയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുമായുള്ള കൂടിക്കാഴ്ച. ആന്റണിയുടെ വസതിയിലെത്തിയാണ് VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയത്. VDയെ മുഖ്യമന്ത്രിയാക്കിയ തീരുമാനത്തെ
സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും അടുത്ത 5 വർഷം സുവർണ കാലഘട്ടം ആകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആന്റണി പറഞ്ഞു. അടുത്ത 5 വർഷക്കാലം കേരളത്തിന്റെ ഒരു സുവർണകാലമായി മാറട്ടെ ഞാൻ ആശംസിക്കുന്നു. ഇതിനിടയിൽ ഘടകകക്ഷി നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം നിയുക്ത മുഖ്യമന്ത്രിയെ കാണാനെത്തി അഭിനന്ദനവും അറിയിച്ചു. എൻ്റെ ഒരു അനുജൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. വൈകിട്ട് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ വി.ഡി. സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. സണ്ണി ജോസഫ് അവതരിപ്പിച്ച പ്രമേയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്താങ്ങി. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം സതീശൻ ഗവർണറെ കണ്ടു. സർക്കാർ രൂപീകരിക്കാൻ MLA-മാരുടെ പിന്തുണക്കത്ത് കൈമാറി. കേരളത്തിൽ മുഴുവൻ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. 21-ന് നിയമസഭ ചേരുമ്പോൾ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യും. എല്ലാ മന്ത്രിസഭാ അംഗങ്ങളെയും തിങ്കളാഴ്ചയ്ക്ക് മുൻപ് തീരുമാനിക്കാനാണ് ശ്രമം. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും തഴഞ്ഞതോടെ കടുത്ത അമർഷത്തിലാണ് രമേശ് ചെന്നിത്തല. CLP യോഗത്തിൽ പങ്കെടുക്കാതെ ചെന്നിത്തല ഗുരുവായൂരിലേക്ക് പോയി. മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാടിൽ ചെന്നിത്തല ഉറച്ചു നിൽക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അവസാന നിമിഷം വരെ പട്ടികയിൽ ഉണ്ടായിട്ട് ഒഴിവാക്കപ്പെട്ട KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും തീവ്രമായി നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കാത്തിരിപ്പുകൾക്ക് അവസാനമിട്ട് സുപ്രധാന പദവികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വി.ഡി. സതീശനെ തേടി മുഖ്യമന്ത്രി പദമെത്തുമ്പോൾ മുന്നിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. തകർന്നുപോയ UDF എന്ന സംവിധാനത്തെ മുന്നിൽ നിന്ന് നയിച്ചാണ് മുഖ്യമന്ത്രി പദം സതീശൻ സ്വന്തമാക്കിയത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കരുത്തായി. ഒറ്റപ്പേരിൽ നിന്ന് 3 പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ട് ദിവസങ്ങളായി. സമ്മർദ്ദങ്ങളെല്ലാം അവസാനിപ്പിച്ച ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമിട്ട വി.ഡി. സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയപ്പോൾ പുതിയൊരു ചരിത്രം കൂടി പിറക്കുകയാണ്. 2001 മുതൽ MLA ആയിട്ടും ഒരു സർക്കാരിന്റെയും ഭാഗമായിട്ടില്ല സതീശൻ. 2001 മുതൽ പറവൂരിന്റെ മുഖമായി സതീശൻ ഇപ്പോൾ കേരളത്തിന്റെ ആകെ മുഖമായിരിക്കുന്നു. പിണറായി വിജയൻ തുടർഭരണം നേടിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പകരക്കാരനായി സതീശൻ പ്രതിപക്ഷ ചുമതല ഏറ്റെടുത്തു. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 102 സീറ്റുകൾ സാക്ഷി. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDF-നെയും നയിച്ചതും നായകനുമെല്ലാം വി.ഡി. തന്നെയായിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗം അവസാന നിമിഷം എതിർചേരിക്കൊപ്പം അണിനിരുന്നെങ്കിലും ഘടകകക്ഷികൾ ഉയർത്തിയ സമ്മർദ്ദം വി.ഡിക്ക് തുണയായി. ആ സമ്മർദ്ദം തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വി.ഡിയെ എത്തിച്ചതും. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സതീശൻ ഇന്ന് സംസ്ഥാന കോൺഗ്രസിനെ നയിച്ച മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇടത് സർക്കാരിന്റെ വികസന നയങ്ങളിലെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ശക്തമായ വാക്കുകളിൽ പ്രതികരിക്കാനും സതീശനോളം പോകുന്ന നേതാവ് സഭയിൽ ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ അപ്പുറം കോൺഗ്രസ് എന്ന പാർട്ടിയെ മാത്രമല്ല പല വഴിക്കൊഴുകിയിരുന്ന UDF-നെയും ഒറ്റക്കെട്ടായി അദ്ദേഹം ചേർത്തു നിർത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ടീം UDF എന്ന നിലയിൽ കെട്ടുറപ്പുള്ള സംവിധാനം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് സതീശൻ തന്നെയാണ്. തകർന്നുപോയ ജനവിശ്വാസം വ്യക്തിപ്രഭാവം കൊണ്ടുകൂടി തിരിച്ചുപിടിച്ചു. മതസാമുദായിക നേതൃത്വത്തിന് കീഴടങ്ങിയിരുന്ന UDF എന്ന സംവിധാനത്തെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതും സതീശനാണ്. കണക്കുകൾ പറഞ്ഞു തന്നെയായിരുന്നു സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയും അതേ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചു. വൈകിയെങ്കിലും വിവേകത്തോടെ കോൺഗ്രസ് നേതൃത്വം ആ തീരുമാനം എടുക്കുകയാണുണ്ടായത്. ഒപ്പം നിന്നവരിൽ ഒരു വിഭാഗം മറുകണ്ഠം ചാടിയിട്ടും ഒറ്റയ്ക്ക് പൊരുതിയവരെ വിശ്വാസത്തിലെടുക്കാനും കൂടെ നിർത്താനും ഹൈക്കമാൻഡ് തീരുമാനിച്ചു. വെല്ലുവിളിയുടെ ദിവസങ്ങൾ മുന്നിലുണ്ട്. സാമ്പത്തികമായി വലിയ പരാധീനതയിലാണ് സംസ്ഥാനം. പ്രതിപക്ഷ MLA-മാർ കുറവാണെങ്കിലും പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തെയും 3 ഉള്ളുവെങ്കിലും അതിലധികം ഫലം ചെയ്യുന്ന BJP MLA-മാരെയും മറികടന്ന് നല്ല തീരുമാനങ്ങളുമായി ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയും വേണം. ഏതായാലും ആശംസകൾ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിക്ക്. അമൃത ന്യൂസ്, കൊച്ചി. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനമെമ്പാടുമുള്ള UDF പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമൊക്കെ പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൊച്ചി നഗരത്തിൽ വൻ ആഘോഷവുമായി കോൺഗ്രസ് പ്രവർത്തകർ കളം നിറഞ്ഞു. എറണാകുളം DCC ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ആഘോഷജാഥ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലൂടെ കടന്നുപോയി. പറവൂരിൽ നടന്ന ആഘോഷത്തിലും 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കൊല്ലം ജില്ലയിൽ ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നുമാണ് മുദ്രാവാക്യ വിളികളുമായി പ്രവർത്തകർ പ്രകടനം നടത്തിയത്. ആലപ്പുഴ DCC ഓഫീസിന് മുന്നിലായിരുന്നു പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. തൊടുപുഴയിൽ ആഹ്ലാദ പ്രകടനവുമായി എത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കി.
BDയുടെ വിജയത്തിൽ മധുര വിതരണമെന്ന വാക്കുപാലിച്ച് കോഴിക്കോട് മിഠായി തെരുവിലെ ഹൽവ വ്യാപാരിയായ ഷാഹുൽ ഹമീദ് രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയായി VD സതീശനെ തിരഞ്ഞെടുത്താൽ മിഠായി തെരുവിലെ തന്റെ ഹൽവക്കടയിൽ എത്തുന്നവർക്ക് സൗജന്യമായി ഹൽവ നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൽവ വിതരണവും അദ്ദേഹം നടത്തി. കോൺഗ്രസിന്റെ നേതാവ് VD സതീശൻ അധികാരത്തിൽ വരാണെങ്കിൽ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഹൽവ ഫ്രീ വരുന്നവയ്ക്കൊക്കെ എന്റെ വക. അതേസമയം തൃശൂരിൽ ആഘോഷം അതിര് കടന്നു. പ്രവർത്തകർ പടക്കം പൊട്ടിച്ചതോടെ ആൽമരത്തിന് തീപിടിച്ചു. മരത്തിനും താഴെ മുറിച്ചിട്ട തടിക്കഷ്ണങ്ങളിലും തീപിടിച്ചു. കുന്നംകുളത്തു നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരളത്തിന്റെ നായകനായി VD സതീശൻ എത്തുമ്പോൾ ചർച്ചയാകുന്നത് മുസ്ലിം ലീഗിന്റെ കരുത്ത് കൂടിയാണ്. സതീശനായി ഹൈക്കമാൻഡിൽ ലീഗ് നടത്തിയ സമ്മർദ്ദതന്ത്രമാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായത്. VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പാണക്കാട് നിന്ന് മുഴങ്ങുന്ന ചിരിക്ക് രാഷ്ട്രീയത്തിൽ വലിയ അർത്ഥങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ കാഴ്ചവെച്ച മികവിനൊപ്പം മുസ്ലിം ലീഗ് നൽകിയ അചഞ്ചലമായ പിന്തുണയാണ് തീരുമാനം പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം ഇത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വിജയമാണ്. തുടക്കം മുതൽ തന്നെ സതീശന്റെ നേതൃത്വത്തിനായി ഹൈക്കമാൻഡിൽ ശക്തമായി വാദിച്ചത് മുസ്ലിം ലീഗായിരുന്നു. അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിന്ന ചർച്ചകളിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താകുമെന്നതാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം ഉറ്റുനോക്കിയത്. ഇന്ന് രാവിലെയും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പാണക്കാട് സാദിഖ് അലി തങ്ങളെ വിളിച്ച് അഭിപ്രായം തേടി. സതീശൻ വരണമെന്ന ലീഗിന്റെ ഉറച്ച നിലപാട് തീരുമാനത്തിൽ നിർണായകമായി. AICC ആണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പരിശോധിച്ചുകൊണ്ടിരുന്നു. MP-മാർ, MLA-മാർ, എല്ലാ ജനാധിപത്യ പ്രക്രിയകളും അവർ വിശദമായിട്ട് തന്നെ അവർ ചർച്ച ചെയ്തു. ഞങ്ങൾ ഘടകകക്ഷികളുടെ തീരുമാനവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും ഒന്നിലേറെ തവണ അവർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഖാർഗെജി ഞങ്ങളൊക്കെ വിളിച്ചു, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞു. സാദിഖ് അലി തങ്ങളുടെ ഈ വാക്കുകൾ വെറുമൊരു ആശംസ മാത്രമല്ല, മുന്നണിയിലെ ലീഗിന്റെ കരുത്തിന്റെ വിളംബരം കൂടിയാണ്. ലീഗിന്റെ ഈ സ്വാധീനം മറ്റു സാമുദായിക സംഘടനകളുടെ ഏകീകരണത്തിന് വഴിയൊരുക്കിയാൽ VD സതീശന്റെ മുന്നോട്ടുള്ള പ്രയാണം എത്രമാത്രം സുഗമമാകുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. VD സതീശന്റെ മുഖ്യമന്ത്രി പദവി ലബ്ധിയിൽ NSSന്റെ സുകുമാരൻ നായരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനായിരുന്നുവെങ്കിൽ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ചോദിക്കുന്നത്. ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുമെന്നതിൻ്റെ സൂചനയാണ് ഈ കാണുന്നതല്ല. വർഗീയത അതിൻ്റെ രൂക്ഷതയിൽ എത്തിക്കാനുള്ള മാർഗം തുറന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തലയെ തുടർച്ചയായി അവഗണിക്കുന്നുവെന്നും സുകുമാരൻ നായർ ഇന്ന് പ്രതികരിച്ചു. ഈ തീരുമാനമെടുക്കാനായിരുന്നെങ്കിൽ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ ഒരു ജനാധിപത്യ സംസരമാണ് നടന്നിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അത് പാലിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി എന്ന് വേണം പറയാൻ. LDF സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് അങ്ങേയറ്റം വിശ്വസിച്ചിരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ഇങ്ങനെ: UDF നേടിയ മിന്നും വിജയം മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. KC വേണുഗോപാലാണ് വിജയശില്പിയെന്നും രമേശ് ചെന്നിത്തല ഒരു ഭാഗ്യദോഷിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. VD സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത തീരുമാനത്തെ അംഗീകരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശന്റെ ഇടപെടൽ പ്രശംസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. VD സതീശനെ അവരുടെ കോൺഗ്രസിൻ്റെ സംസ്കാരം അനുസരിച്ചും പാരമ്പര്യം അനുസരിച്ചും AICC അവർ നോമിനേറ്റ് ചെയ്തു. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഡിക്ലെയർ ചെയ്തു. കോൺഗ്രസ്സുകാരെല്ലാം ആഹ്ലാദത്തോടു കൂടി അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും കേരളത്തിലെ വളരെ വമ്പൻ വിജയമാണ് UDFന് ലഭിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് നൽകരുതെന്ന് വിമർശിച്ച NSSനും SNDPക്കും മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. വകുപ്പ് വിഭജനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമാണെന്നും അതിൽ ഒരു ബാഹ്യശക്തികളുടെയും ഇടപെടൽ പ്രശ്നമല്ലെന്നും അത് ചെവിക്കൊള്ളില്ലെന്നും MK മുനീർ ഇന്ന് പറഞ്ഞു. മുന്നോട്ടുള്ള കാര്യങ്ങൾ ഘടകകക്ഷികൾ ഇരുന്നു കൊണ്ട് തന്നെ തീരുമാനിക്കും. സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന പ്രതികരണമൊന്നും ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ NSS SNDP എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അവരുടെ നേതാക്കന്മാർ പറഞ്ഞതിനെക്കുറിച്ച് അതിന് നൽകിയ മറുപടിയെക്കുറിച്ച്
ഇപ്പം ഞാൻ ഒന്നും പറയൂല. ഒരു വളരെ ശുഭകരമായൊരു മുഹൂർത്തത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, അവരവർ ആലോചിക്കുക. മുഖ്യമന്ത്രി തീരുമാനമായതോടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. 5 മന്ത്രിമാരെ ഇത്തവണ ലീഗിന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മന്ത്രിസഭയിൽ രണ്ടാമനായി PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാകും. കൂടാതെ KM ഷാജി, മണ്ണാർക്കാട് നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് M ഷംസുദ്ദീൻ, PK ബഷീർ, പാറക്കൽ അബ്ദുള്ള എന്നിവർ മന്ത്രിമാരാകാനാണ് സാധ്യത. കോട്ടയ്ക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങളും മഞ്ഞളാംകുഴി അലിയും പരിഗണനാ ലിസ്റ്റിലുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിൽ മന്ത്രിമാരെ പ്രഖ്യാപിക്കാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. നാളെ മുസ്ലിം ലീഗ് നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാരെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. UDF സർക്കാരിന്റെ ഭാഗമായി മന്ത്രിസഭയിൽ ചേരണോ എന്ന കാര്യത്തിൽ RMPയിൽ അഭിപ്രായ ഭിന്നത. പരമാവധി സർക്കാരിന്റെ ഭാഗമായി നിന്ന് പാർട്ടിയെ മുഖ്യധാരയിലെത്തിക്കണമെന്ന ഒരു വിഭാഗം ആഗ്രഹിക്കുമ്പോൾ മന്ത്രിസഭയുടെ ഭാഗമാകാതെ ഇടതുപക്ഷ ബദൽ കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. കോഴിക്കോട് നിന്നും MM രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രണ്ടാം തവണയും MLA ആയി വിജയിച്ച് KK രമ വടകരയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുമ്പോൾ സർക്കാരിന്റെ ഭാഗമാകണമോ എന്ന വിഷയത്തിൽ RMP നേതൃത്വത്തിനിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. RMP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് മന്ത്രിസഭയുടെ ഭാഗമാകാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കണമെന്ന് ആദ്യം അഭിപ്രായപ്പെട്ടത്. എന്നാൽ RMP സംസ്ഥാന നേതൃത്വം ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല. മന്ത്രിസഭയുടെ ഭാഗമാകണമോ എന്ന വിഷയം വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യാമെന്നാണ് RMP സംസ്ഥാന സെക്രട്ടറി N വേണു പ്രതികരിച്ചത്. അതേസമയം G സുധാകരൻ, TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ CPMുമായി അകൽച്ചയിലുണ്ടായ മുഴുവൻ നേതാക്കളുമായും RMP സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ടിട്ടുണ്ട്. പാലക്കാടുള്ള ഔദ്യോഗിക നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന സഖാക്കളുമായും RMP ബന്ധപ്പെട്ടു. UDFുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും സർക്കാരിന്റെ ഭാഗമാവാതെ ഇടതുപക്ഷ അസ്തിത്വം നിലനിർത്താൻ RMP ശ്രമിച്ചിട്ടുണ്ട്. അതേ നില തുടരുന്നതിനൊപ്പം ഇടതുപക്ഷ ബദൽ കെട്ടിപ്പടുക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന അഭിപ്രായമാണ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുള്ളത്. ഞങ്ങളുടെ തീരുമാനം ഒരു മന്ത്രിസഭയെ മന്ത്രി എന്ന രൂപത്തിലേക്കുള്ള ഒരു മാർജിൻ വെച്ചിട്ടല്ല. ഈ ഇടതുപക്ഷ ഏരിയയും അണികളെയും ഇപ്പോൾ ജയിച്ചു വന്ന MLAമാർ ഉൾപ്പെടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ബദൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ രൂപം കൊടുക്കാനുള്ള ചർച്ചയാണ് ഞങ്ങൾ വളരെ പൊതുവായി ഇന്ന് നടത്തിയിട്ടുള്ളത്. അതിനാവശ്യമായ നിലപാടുകൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. മന്ത്രിസഭ എന്ന് പറയുന്നത് അത്തരം പ്രവർത്തനത്തിന്റെ ഭാഗം മാത്രമാണ്. അത് സംബന്ധിച്ച് നിർദ്ദേശപരമായി ഞങ്ങൾ ആലോചിക്കും. എന്നാൽ മന്ത്രിസഭയുടെ ഭാഗമായില്ലെങ്കിലും സ്പീക്കർ പദവി പോലുള്ള നിഷ്പക്ഷ പദവികൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. സ്ഥാനം സ്വീകരിക്കാതിരുന്നാൽ അത് ജനങ്ങളോട് ചെയ്യുന്ന തെറ്റായിരിക്കുമെന്നും ഇവർ വാദിക്കുന്നു. UDFുമായി സഹകരിക്കുന്ന RMPക്ക് അർഹമായ സ്ഥാനം നൽകണമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും UDFിലെ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷമായിരിക്കും RMP ഇക്കാര്യത്തിൽ വീണ്ടും ചർച്ചകളിലേക്ക് കടക്കുക. CPMന്റെ ജനകീയ അടിത്തറ തകർന്ന ഈ പശ്ചാത്തലമാണ് കേരളത്തിലെ ഇടതുപക്ഷ ബദൽ കെട്ടിപ്പടുക്കാനുള്ള അനുകൂല സമയമെന്നുള്ളതാണ് RMP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. MM രാകേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. 16ാം കേരള നിയമസഭയിലും VD സതീശനും പിണറായി വിജയനും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയാകും നമ്മൾ കാണുക. കഴിഞ്ഞ 5 വർഷം ഭരണപക്ഷത്തിരുന്ന പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റിലേക്കും പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയുടെ 1ാം നമ്പർ സീറ്റിലേക്കും മാറും. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുകയായിരുന്നു CPM. 10 വർഷം തുടർച്ചയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആദ്യമായാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ എത്തുന്നത്. 10 വർഷം തുടർച്ചയായി ഭരിച്ച ശേഷം ചരിത്രത്തിലെ തന്നെ ദയനീയ തോൽവി ഏറ്റുവാങ്ങി പ്രതിപക്ഷത്ത് വരുമ്പോൾ നേതാവായി മുന്നണിയെ നയിക്കാൻ പിണറായി വിജയൻ തന്നെ മതിയെന്ന് ഒടുവിൽ പാർട്ടി തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ പ്രതിക്കൂട്ടിലാകുമ്പോഴും കീഴ്ഘടകങ്ങളിൽ തുടങ്ങി സംസ്ഥാന ഘടകങ്ങളിൽ നിന്നുവരെ കൂരമ്പുകൾ ഏറ്റുവാങ്ങുമ്പോഴും പ്രതിപക്ഷമായി നിന്ന് ഇടതുമുന്നണിയെ നയിക്കാൻ പിണറായി വിജയനുള്ളപ്പോൾ മറ്റൊരു നേതാവ് വേണ്ട എന്ന നിലപാട് തന്നെ സംസ്ഥാന സമിതി കൈക്കൊണ്ടു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ചിലർക്കും CPIയുടെ കേന്ദ്ര നേതൃത്വത്തിനും ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് എതിർ ശബ്ദങ്ങൾ ഉയർന്നില്ല. പ്രതിപക്ഷ നേതാവായിരിക്കാൻ താനില്ല എന്ന് പിണറായി വിജയൻ നിലപാടറിയിച്ചാൽ മാത്രം മറ്റൊരു നേതാവിലേക്ക് ചർച്ചയാകാമെന്നായിരുന്നു CPMന്റെ തീരുമാനം. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും മാറി നിൽക്കുന്നതിനെക്കുറിച്ച് പിണറായി വിജയൻ സൂചന നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫലം വന്ന നാൾ മുതൽ പിണറായിയെ ചുറ്റി തന്നെയായിരുന്നു ആദ്യ ചർച്ചകൾ. ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗം ഏകകണ്ഠമായി തീരുമാനമെടുത്തു. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെയും പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൻ്റെ
പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളവും LDFിനെ സംബന്ധിച്ചിടത്തോളവും തീരുമാനങ്ങൾ എടുക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറയാറുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് അനുഭവബോധ്യമായിട്ടുണ്ട്. 99 MLA-മാരുമായി നിയമസഭയിൽ ഭരണപക്ഷത്തെ നയിച്ച നേതാവ് ഇനി 35 MLA-മാരുമായി പ്രതിപക്ഷ നിരയെ നയിക്കും. പതിവ് കാഴ്ചകൾക്ക് വിപരീതമായി 3 BJP MLA-മാർ കൂടി നിയമസഭയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദമായി സഭയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവ് എത്തുന്നത്. മുഖ്യമന്ത്രിയായി 10 വർഷം ഭരിച്ചതുപോലെ ആകില്ല പ്രതിപക്ഷ നേതാവായിരിക്കുക എന്നത്. സമരങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുകയും കൃത്യമായി വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും സർക്കാരിന്റെ നിലപാടുകളെ തിരുത്തിയും വിമർശിച്ചും ആർജവമുള്ള ശബ്ദമായി മുഴുവൻ സമയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാനും മുന്നിൽ നിൽക്കേണ്ട വ്യക്തി. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വ്യാവസായിക രംഗത്തും കുതിച്ചുചാട്ടമുണ്ടാക്കിയെന്ന് കണക്കുകൾ നിരത്തിയ ശേഷം പടിയിറങ്ങുന്ന നേതാവ് പ്രതിപക്ഷ നേതാവായി മാറുമ്പോൾ അതേ വികസന പാതയുടെ തുടർച്ചയ്ക്കായി ശ്രമിക്കുന്ന UDF സർക്കാരിന് നേരെ എങ്ങനെ വിരൽ ചൂണ്ടുമെന്നതും കാത്തിരുന്നു കാണണം. ഒരു ദശാബ്ദക്കാലം തന്റെ ഭരണകാലത്ത് പല വേളകളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചും പരിഹസിച്ചും മുന്നോട്ടു പോയ നേതാവ് ഇനി പ്രതിപക്ഷ റോളിൽ വരുമ്പോൾ കേരളം കാത്തിരിക്കുകയാണ് സതീശൻ വേഴ്സസ് പിണറായി യുഗത്തിനായി. ആൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്.